അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 7th ചാപ്റ്റർ ആണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പോൾ ഇന്ന് ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് നിങ്ങൾ 12th പഠിച്ചിട്ടുള്ള അതേ സെക്ഷനാണ്. അവിടെ നമ്മൾ പഠിച്ച ബെർണോളിസ് തിയറം, പോയിസൺസ് റേഷ്യോ, അതുപോലെ തന്നെ വെഞ്ചുറി മീറ്റർ, ഇങ്ങനെ കുറച്ച് ഡിവൈസസും പിന്നെ വിസ്കോസിറ്റി, ഇങ്ങനെ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ചേർന്ന് ഒരു സിമ്പിൾ ആയിട്ട് ചാപ്റ്റർ ആണ്. നിങ്ങൾ +2 ലെവലിൽ ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് വെച്ച് പഠിച്ചാൽ പോലും ഇതിന്റെ മാർക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അഡീഷണൽ ഒന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് അവിടെ പഠിച്ചൊരു കാര്യം കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് പഠിക്കണം. ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ചേഞ്ച് ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കിയാൽ എന്താണ് ഫ്ലൂയിഡ്സ് എന്നാണ്. ഇപ്പോൾ ഫ്ലൂയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ വരെ നമ്മൾ റിജിഡ് ബോഡീസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ഡെഫിനറ്റ് ആയിട്ട് ഷേപ്പും മാസും എല്ലാം ഉള്ള ഒരു റിജിഡ് ബോഡീസ്, പെർഫെക്റ്റ് ഷേപ്പ് ഒക്കെ. പെർഫെക്റ്റ് ഷേപ്പ് വെച്ച് ഇപ്പോൾ സ്ക്വയർ ആവണം, റെക്ടാംഗിൾ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാണത്തക്ക രീതിയിൽ എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു ഇന്ത്യൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഡെഫിനറ്റ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചർ ഒക്കെ ഉള്ള മെക്കാനിക്സ് ഉള്ളത് നമ്മൾ എന്ത് പറയുന്നത്, റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ റിജിഡ് ബോഡീസിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും ദിവസവും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ഷേപ്പോ അല്ലെങ്കിൽ അതിന്റെ എബിലിറ്റി ടു ഫ്ലോ ചെയ്യാൻ, ഒഴുകാനുള്ള കഴിവുള്ള മെറ്റീരിയൽസ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലൂയിഡ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഫ്ലൂയിഡ്സ് ആയി നമ്മൾ എക്സാമ്പിൾ വരുന്നത് ലിക്വിഡും ഗ്യാസസ് ഒക്കെയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് അതിന് സ്റ്റോർ ചെയ്യുന്നത്, ആ ഒരു കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും എന്ത് കിട്ടുന്നത്, ഈ ഒരു ഫ്ലൂയിഡ്സിന് കിട്ടുന്നത്. അപ്പോൾ ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് പ്രഷർ എന്തെന്നാണ്. അപ്പോൾ പ്രഷർ ഒരു ത്രസ്റ്റ്. അപ്പോൾ ഈ ത്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സൈഡ് ബൈ എ ഫ്ലൂയിഡ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് ത്രസ്റ്റ്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്ലെയിന്റെ കേസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അവിടെ ത്രസ്റ്റ് അല്ലെങ്കിൽ റോക്കറ്റിന്റെ പ്രൊപ്പൽഷനിലൊക്കെ നമ്മൾ എന്താണ് ത്രസ്റ്റ് ആണ് കൂടുതൽ അവിടെ പറയുന്നത്. ത്രസ്റ്റ് കൊടുക്കും, ത്രസ്റ്റ് കൂട്ടി കൊടുക്കണം, ത്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊപ്പൽ ചെയ്ത് പോകാൻ പറ്റും, മുന്നോട്ട് നീങ്ങാൻ പറ്റും. ഇങ്ങനത്തെ വേർഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അവിടെ എന്താണ്, നമുക്ക് അവിടെ ആ ഒരു എയർ റെസിസ്റ്റൻസിനെ ഫേസ് ചെയ്ത് നമ്മൾ റോക്കറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലെയിൻ ആയാലും എയറിൽ കൂടി പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ് കൂടുതലും ഈ ഒരു എയറോപ്ലെയിന്റെയും റോക്കറ്റിന്റെയും ഒക്കെ പ്രൊപ്പൽഷനും അതുപോലെ തന്നെ മൂവ്മെന്റിനും ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. കാരണം എയറിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ത്രസ്റ്റ്. അപ്പോൾ ത്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു നോർമൽ ഫോഴ്സ്, ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ എ ഫ്ലൂയിഡ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് ത്രസ്റ്റ്. ഇതാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള സെയിം ഡയമെൻഷനുള്ള അതേ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് നമുക്ക് ന്യൂട്ടൺ ആണ്. ശരിക്കും ഫോഴ്സ് തന്നെയാണ്, ബട്ട് എന്ത് നോർമൽ ടു എ സർഫസ്, നമ്മൾ സർഫസ് ടെൻഷൻ പഠിച്ച പോലെ നോർമൽ ടു ഇതൊരു സർഫസ് ആണെങ്കിൽ നോർമൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ത്രസ്റ്റ് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോർമൽ ടു എ സർഫസ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. ഫോഴ്സ് ആണെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിൽ ആക്ട് ചെയ്യാം, ബട്ട് ത്രസ്റ്റ് ആകുമ്പോൾ നോർമൽ ടു ദ സർഫസ് ആണ്. യൂണിറ്റ് അവിടെ ന്യൂട്ടണുമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട പ്രഷർ എന്നതാണ്. പ്രഷർ അറിയാമായിരിക്കുമല്ലോ, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമുക്ക് കുറച്ചുകൂടി ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് പറയും. കാരണം ഇതൊരു ലിക്വിഡ് സർഫസ് ആണെങ്കിൽ ഈ ലിക്വിഡ് സർഫസ് നോർമലി ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് ഈസ് പ്രഷർ P is equal to ഫോഴ്സ് ബൈ ഏരിയ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് പ്രഷറിന്റെ ഇക്വേഷൻ. പ്രഷർ P is equal to ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ആൻഡ് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറും ആണ്. അപ്പോൾ യൂണിറ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇല്ല സി ജി എച്ച് എസിലാണ് നമുക്ക് അവിടെ ഡൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം. ഡൈ, കാരണം അവിടെ യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് സി ജി എസിൽ ഡൈൻ ആണ്. ലെങ്ത് അല്ലെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് എന്ന് വെച്ചാൽ അവിടെ സെന്റിമീറ്റർ സ്ക്വയറുമാണ്. നോർമലി പ്രഷറിന് നമുക്ക് എസ് ഐ യൂണിറ്റ് ആയിട്ട് വേറൊരു യൂണിറ്റ് പറയാൻ പറ്റും, പാസ്കൽ. യൂണിറ്റ് പാസ്കൽ പ്രഷർ. നമ്മൾ ഇതായിരിക്കും കൂടുതൽ എയർ പ്രഷർ ഒക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ കാട്ടി കൂടുതൽ നമ്മൾ പാസ്കൽ എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും കൂടുതലും ഈ എയർ പ്രഷറിനെ കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് പ്രഷറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് ഈസ്, ഇനി ഒരു ലിക്വിഡ് സർഫസിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷറിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന എക്സ്പ്രഷൻ ഫോർ എ ലിക്വിഡ് പ്രഷർ ആണ്. അപ്പോൾ ലിക്വിഡ് പ്രഷറിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ലിക്വിഡ് പ്രഷറിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിൽ എന്ത് ചെയ്തു, ഒരു കുറച്ച് വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ലിക്വിഡിനകത്ത് ഞാനായിട്ട് ഒരു ലിക്വിഡ് കോളം, ആ ഒരു സിലിണ്ടറിക്കൽ ലിക്വിഡ് കോളം കൺസിഡർ ചെയ്യണം. ഒരു ഏരിയ കൺസിഡർ ചെയ്യണം, സിലിണ്ടറിക്കൽ ഏരിയ അവിടെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അതിൽ ഞാൻ എയും ബിയും എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, ടോപ്പിലും ബോട്ടത്തിലും. എ എന്ന് പറയുന്ന പോയിന്റ് ടോപ്പിലിരിക്കുന്ന ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു എൻഡിലിരിക്കുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അവിടെ എച്ച് എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, എച്ച് എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഏറ്റവും മുകളിലാണ്. അപ്പോൾ നമുക്ക് ഈ ഡൗൺ വേർലി ബിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ഫോഴ്സ് ആണ് ശരിക്കും നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. മുകളിലത്തിനെക്കാട്ടിയും ഡൗൺ വേർലി താഴോട്ട് പോകുന്നത് എന്ത് ചെയ്യും, പ്രഷർ കൂടും. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ. ഡൗൺവേർഡ് പോകുന്നതനുസരിച്ച് പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത് വാട്ടറിന്റെ കേസിൽ, അല്ലെങ്കിൽ ഒരു ലിക്വിഡിന്റെ കേസിൽ നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ലിക്വിഡ് അവിടെ പ്രഷർ കൂടുതലായിരിക്കും. ദെൻ അപ്പോൾ നമുക്ക് അവിടുത്തെ എക്സസ് പ്രഷർ അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ദാറ്റ് ഈസ്
we are considering weight of the cylindrical column of the liquid. Weight of the cylindrical column. അവിടെ നമ്മൾ എടുത്ത ആ ഒരു സിലിണ്ടറിക്കൽ കോളം അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറിന്റെ വെയിറ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഫിസിക്കൽ ടു എം ഇൻറ്റു ജി. അവിടുത്തെ ആ ഒരു ലിക്വിഡ് അത്രയും ലിക്വിഡിന്റെ മാസ് ഇൻറ്റു എന്ത് വരും, അത്രയും ലിക്വിഡിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് നമുക്ക് അവിടുത്തെ വെയിറ്റ് കിട്ടും. അപ്പൊ ഈ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ മാസിന് എന്ത് മാറ്റാം, ദാറ്റ് ഈസ് മാസ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. കാരണം നമുക്കൊരു വാട്ടറിനെ സംബന്ധിച്ച് വെയിറ്റ് നോക്കുന്നതിനെക്കാട്ടി, വാട്ടർ എന്നല്ല ലിക്വിഡ് ആണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ലിക്വിഡിനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും മാസ് ഡിറ്റർമിൻ ചെയ്യേണ്ട ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റിന്റെ ആ ഒരു വോളിയം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷനിൽ എം ജിയുടെ ഇക്വേഷനിൽ ഞാൻ അവിടെ എം ഈക്വൽ ടു റോ ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണം. ഓക്കെ, റോ ഇൻറ്റു വി, അതായത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി W is equal to എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് W is equal to, ഇവിടെ വോളിയം എന്താണ്, ഒരു സിലിണ്ടറിക്കൽ കോളം ആണ്. അപ്പോൾ ഏരിയ ഇൻറ്റു എച്ച്, ആ ഒരു സിലിണ്ടറിക്കൽ കോളത്തിന്റെ ഏരിയ. ഓക്കെ, ഏരിയ ഇൻറ്റു എച്ച് ഹൈറ്റ് ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ഒരു വർക്ക് ഡൺ അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ശരിക്കും അവിടെ കിട്ടുന്ന ആ ഒരു ത്രസ്റ്റ് എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് കോളം ഈക്വൽ ആണ്. അതായത് ഇവിടെ നമുക്ക് ഇപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ കിട്ടുന്ന ഫോഴ്സും ഇവിടുത്തെ ഈ ഒരു വെയിറ്റ്, കാരണം ശരിക്കും ഇവിടെ ലിക്വിഡ് കോളം ഇല്ലല്ലോ, നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നില്ലേ. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന ത്രസ്റ്റും ഈ ഒരു നമ്മൾ അസ്യൂം ചെയ്യുന്ന ആ ഒരു സിലിണ്ടറിക്കൽ കോളവും എന്താണ്, അതിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം, ദാറ്റ് ഈസ് ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ്. ഓക്കെ, ത്രസ്റ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു വെയിറ്റിന് അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഒരു ഫോഴ്സിന് എന്താണ്, ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രഷറിന് ഇക്വേഷൻ ഉണ്ട്, pressure it is equal to thrust by area. Thrust by area, ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ thrust equal to weight എന്ന് പറഞ്ഞു, എന്ത് ചെയ്താൽ മതി, ഈ വെയിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AH ഇൻറ്റു റോ ഇൻറ്റു ജി, AH റോ ജി ഡിവൈഡ് ബൈ A എന്ന് കിട്ടും. ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു ലിക്വിഡിന്റെ കേസിലുള്ള പ്രഷറിന്റെ ഇക്വേഷൻ H റോ ജി, ഇങ്ങനെയാണ് നമ്മൾ P is equal to H റോ ജി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ മിക്കപ്പോഴും ലിക്വിഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ടറിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രഷർ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതായിരിക്കും. ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഡെഫിനിഷൻ അത്ര യൂസ് ചെയ്യാതെ നമ്മൾ എന്തായിരിക്കും, ഈ എച്ച് റോ ജി എന്നൊരു കണ്ടീഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇതിന്റെ കേസ് നമുക്ക് എങ്ങനെ എടുക്കാം, ഇപ്പോൾ ഈ ഒരു ലിക്വിഡ് ആണ്, ഇവിടെ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, ഇവിടെ സി എന്ന പോയിന്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഡിറ്റർമിൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇതിരിക്കുന്ന ഇപ്പോൾ ലിക്വിഡ് ഏതാണോ ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി പിന്നെ ഈ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്ത പോയിന്റ് എവിടെയാണോ അത് ഈ സർഫസ് ഇതുവരെയുള്ള ആ പോയിന്റ് ഹൈറ്റ് എച്ച്. ഓക്കെ, എച്ച് റോ ജി എനിക്ക് എന്ത് കിട്ടും, ആ ഒരു പോയിന്റിലെ പ്രഷർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെറിവേഷന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ലിക്വിഡ് കോളത്തിൽ ഒരു സിലിണ്ടറിക്കൽ ലിക്വിഡ് കോളം ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് ഡെറൈവ് ചെയ്ത് കൊണ്ടുവച്ചത്. അപ്പോൾ P is equal to H rho G എന്നാണ് അവിടുത്തെ പ്രഷറിന്റെ ഇക്വേഷൻ, എക്സ്പ്രഷൻ ഫോർ ലിക്വിഡ് പ്രഷർ. അപ്പോൾ ഡെൻസിറ്റി മാറ്റി കൊടുത്ത് ഏത് ലിക്വിഡ് ആണോ അതിനനുസരിച്ചുള്ള പ്രഷർ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ട ടേം ആണ് വിസ്കോസിറ്റി. ഇപ്പോൾ വിസ്കോസിറ്റി നിങ്ങൾ കുറച്ച് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വിസ്കോസിറ്റി എന്താണ്, അതായത് ഇപ്പോൾ ഒരു ലിക്വിഡിന് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് നമ്മൾ എന്താ പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാം ഓപ്പോസിംഗ് ഫോഴ്സ് ഓഫേർഡ് ബൈ എ ലിക്വിഡ്. അതായത് ലിക്വിഡ് ഇറ്റ്സെൽഫിന് എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പോസിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പോസിംഗ് ഫോഴ്സ് നമുക്ക് എന്താ പറയാം, വിസ്കോസിറ്റി, വിസ്കസ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. ആ വിസ്കസ് ഫോഴ്സ് ഉണ്ടാക്കും. ആ ഒരു വിസ്കസ് ഫോഴ്സ് കാരണം ലിക്വിഡിന് എന്താ ഒരു മോഷൻ, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും, ഒരു കൺസ്ട്രെയിൻ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ വിസ്കോസിറ്റി, ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിക്വിഡ് ഒക്കെ എന്താണ്, ഒരുപാട് ലേയേഴ്സ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ആണല്ലോ, അതാണ് ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഓരോ ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വാട്ടർ തന്നെ നമ്മളൊരു സർഫസ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഡിഫറെന്റ് ലേയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. മൈക്രോസ്കോപ്പിക് ലെവലിൽ ഡിഫറെന്റ് ലേയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു വാട്ടർ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ഓരോ സർഫസ് അല്ലെങ്കിൽ ഓരോ ലേയേഴ്സ് നമ്മൾ എന്തുണ്ട്, ഒരു ഫ്രിക്ഷണൽ ഒരു ഫോഴ്സ് അവിടെ, ഓപ്പോസിംഗ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ലിക്വിഡ് സർഫസ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന് വെലോസിറ്റി അവിടെ ഇല്ല. കണ്ടോ, ഇത് നമ്മുടെ ഗ്രൗണ്ട്, ഇപ്പോൾ ഇതൊരു ടേബിളിന്റെ പുറത്താണെങ്കിൽ എന്ത് ചെയ്ത് ഒരു വാട്ടർ ഡ്രോപ്പ് ഇങ്ങോട്ട് ഒഴിച്ചത്, ഒരു വാട്ടർ ഡ്രോപ്പ് ആണ് വെച്ചോളൂ. ഓക്കെ, വാട്ടർ ഡ്രോപ്പ് ഒഴിച്ചത്. അപ്പോൾ ഈ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ സർഫസുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ലെയറിന് എന്തില്ല, മൂവ്മെന്റ് ഇല്ല. അതവിടെ എന്ത് ചെയ്യും, കുറച്ചൊരു കോൺസ്റ്റന്റ് നിൽക്കും. തൊട്ട് അടുത്തതിന് കുറച്ചൊരു മൂവ്മെന്റ് കാണും,
തൊട്ട് മുകളിൽ കുറച്ചൊരു മൂവ്മെന്റ് ആണ്, ബട്ട് ഏറ്റവും മുകളിൽ വരുന്നത് എന്താണ്, കുറച്ച് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്പീഡ് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്, നമ്മളവിടെ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, the change of velocity divided by the distance in the direction perpendicular to the velocity gradient is called velocity gradient. അതായത് ഈ ഒരു ലിക്വിഡ് സർഫേസിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ഈ ഒരു വെലോസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വെലോസിറ്റി വേരിയേഷൻ നമുക്കത് ഇതിനിപ്പോ v ആണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി v ആണെങ്കിൽ തൊട്ട് അടുത്ത ലെയറിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാം, v പ്ലസ് ഡി എന്ന് എടുക്കാൻ പറ്റും, v പ്ലസ് ഡി. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസിന് ഈ ഒരു ഡിസ്റ്റൻസ് ഇതിന്റെ ഫസ്റ്റിന്റെ ഡിസ്റ്റൻസ് ചിലപ്പോൾ എക്സിലായിരിക്കും ഇരിക്കുന്നത്, ഫസ്റ്റ് ലെയറിൽ എക്സ് ഇരിക്കും, ബട്ട് തൊട്ട് അടുത്ത ലെയർ എന്ത് ചെയ്യും, എക്സ് പ്ലസ് ഡി എക്സിലിരിക്കും. ഓക്കെ, എക്സ് പ്ലസ് ഡി എക്സിൽ. അപ്പോൾ ഈ ഒരു വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ദ ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വെച്ച് വെലോസിറ്റി ആ ഒരു റേഷ്യോ നമ്മൾ എന്ത് പറയുന്നത്, വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോറി, വെലോസിറ്റി ഗ്രേഡിയന്റ് തന്നെ, വെലോസിറ്റി ഗ്രേഡിയന്റ്. വിസ്കോസിറ്റി ഫോഴ്സിന്റെ കേസിൽ വരുന്ന വെലോസിറ്റി ഗ്രേഡിയന്റ്, കാരണം നമ്മളിവിടെ വെലോസിറ്റി ടേംസ് അല്ലേ പറയുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക, ലെയേഴ്സിന്റെ മൂവ്മെന്റിൽ എന്തുണ്ട്, ആ ഒരു വെലോസിറ്റി ചേഞ്ച് ഉണ്ട്. ഡിഫറെന്റ് ലെയേഴ്സ് ഡിഫറെന്റ് വെലോസിറ്റിയിലാണ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു വിസ്കോസിറ്റി ഉള്ള കേസ്. അപ്പോൾ ഇത് പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി റേഷ്യോസ് ഉണ്ട്, അതായത് നമുക്ക് ഓരോ ലിക്വിഡിനും പല വിസ്കോസിറ്റി വാല്യൂസ് ഉണ്ട്, കോൺസ്റ്റന്റ് ടേംസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യും, വേരിയസ്. ഇപ്പോൾ വാട്ടറിന്റെ വെലോസിറ്റി വിസ്കോസിറ്റി അല്ല നമ്മുടെ ഓയിലിന്, ഓയിൽ കുറച്ചുകൂടി വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ് ആണ്. അതുപോലെ തന്നെ ഗ്രീസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഗ്രീസ് എന്താണ്, അത് ഓയിലിനെക്കാട്ടി കുറച്ചുകൂടി വിസ്കസ് ആണ്, കാരണം അത്രയും എന്ത് ചെയ്തില്ല, ഒഴുകത്തില്ല. ഇപ്പോൾ വിസ്കോസിറ്റി കൂടുന്ന മെറ്റീരിയൽസ് എന്ത് ചെയ്യില്ല, ഫ്രീ ഫ്ലോ കാണത്തില്ല. ഫ്രീ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ടേബിളിൽ ഒന്നും ഒഴിച്ചു കഴിഞ്ഞിട്ടില്ല, ഫ്രീ ആയിട്ട് ഒഴുകി പോകത്തില്ല. വാട്ടറിന് കുറച്ച് വിസ്കോസിറ്റി കുറവാണ് പ്യുവർ വാട്ടറിന്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സർഫസ് ഒഴിച്ചാൽ തന്നെ അത് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ആ വിസ്കോസിറ്റി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഒരു കാര്യമാണ് നമുക്ക് വിസ്കോസിറ്റിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ആ ഒരു സെക്ഷൻ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം, വിസ്കോസിറ്റി എന്താണ്. കാരണം ഒരു മാർക്കിനൊക്കെ മിക്കപ്പോഴും ചോദിക്കാം, ഒരു മാർക്കിന് കൂടുതലും ചോദിച്ചു കണ്ടുള്ള വാട്ട് ഈസ് വിസ്കോസിറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഈസ് ദ ഇന്റേണൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, അതായത് ഫ്രിക്ഷൻ, അതായത് ഫ്ലൂയിഡ് മെറ്റീരിയലിനകത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനെ നമ്മൾ എന്ത് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഡിഫറെന്റ് ലെയേഴ്സ് തമ്മിലും ആ ഒരു സ്ലൈഡിങ് കാരണം എന്ത് ചെയ്യുന്നു, ഒരു ഫ്രിക്ഷൻ, മെയിൻലി ഫ്രിക്ഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. അത് ലിക്വിഡിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ വിസ്കോസിറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന പേര് വിസ്കസ് ഫോഴ്സ്, ആൻഡ് പ്രോപ്പർട്ടി പറയുന്ന പേര് വിസ്കോസിറ്റി. ഓക്കെ, ഇനി നമുക്കത് നോക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, ന്യൂട്ടൺസ് ഫോർമുലയാണ്. ഒരു വിസ്കോസിറ്റിയെ കുറിച്ച് പഠിക്കാനായിട്ട് ന്യൂട്ടന്റെ ഒരു ഫോർമുല ഉണ്ട്, ആ ഒരു ഫോർമുലയാണ് നമുക്ക് നോക്കേണ്ടത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ, ന്യൂട്ടൺസ് ഫോർമുല, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ്. ന്യൂട്ടൺസ് ഫോർമുല. അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ, the tangential viscous force if acting on a layer is proportional to its area and velocity gradient dv by dx. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയന്റ് പറഞ്ഞു എന്താണ്, ആ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. ഓക്കെ, ഓരോ ലെയറിലെ വെലോസിറ്റി ചേഞ്ച് ഡിവൈഡ് ബൈ ആ ഒരു സൈഡിലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് നമ്മളിവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് അർത്ഥമാക്കി. അപ്പോൾ ഗ്രേഡിയന്റ് ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നത്, നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ആ ഒരു കൺസർവേറ്റീവ് എനർജി ചാപ്റ്ററിൽ നമ്മൾ ഗ്രേഡിയന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റർ വരുന്നത്, ഓപ്പറേറ്റർ അല്ല ആ ഒരു ഡെഫിനിഷൻ വരുന്നത്. ഇവിടെ ഓപ്പറേറ്റർ വേറെ ഉണ്ട്, ഡെൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് വേറെയാണ്, ഇപ്പോൾ അത് വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്ന ആ ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് കൺസെപ്റ്റ് മാത്രം. നമ്മൾ പറഞ്ഞല്ലോ ന്യൂട്ടന്റെ ലോ അനുസരിച്ചിട്ട് ഇവിടെ ഉള്ള ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് വി എന്നുള്ളിൽ സഫിക്സ് ഇട്ടോളൂ, വിസ്കസ് ഫോഴ്സ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, അതിന്റെ ഏരിയ, ലിക്വിഡ് സർഫസിന്റെ ഏരിയ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഓക്കെ, ഡി വി ബൈ ഡി എക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. കാരണം ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫ്രിക്ഷനിലൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ ഒരു കാർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ടയർ റോഡിൽ തട്ടുന്നുണ്ട്, അപ്പോൾ കാർ മുമ്പോട്ട് പോവാണ്. ഇവിടെ ശരിക്കും ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ, മോഷൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് പോലെ നമ്മൾ ഇവിടെ വിസ്കോസിറ്റി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഒഴുകുവാണെങ്കിൽ, ഒരു വാട്ടർ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒഴുകുവാണ്. ഒഴുകുന്നെങ്കിൽ ഇതിന്റെ വിസ്കോസിറ്റി ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അത് തിരിച്ചായിരിക്കും ആക്ട് ചെയ്യുന്നത്. വിസ്കസ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകുന്നെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൈനസ് സൈൻ കൊണ്ട് അവിടെ റെപ്രസെന്റ്, സൈൻ കാണിച്ചത് വെറും ഡയറക്ഷൻ മാത്രമല്ല, മാഗ്നിറ്റ്യൂഡുള്ള മൈനസ് അല്ല, എന്താണ് ആ ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു മൈനസ് സൈൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് ഫോർമുല ജസ്റ്റ് ഇങ്ങനെ ഡിറൈവ് ചെയ്താൽ മതി. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ
into that is the gradient of the viscosity. Viscosity gradient, velocity gradient എന്താണ്? Directly proportional ആണെന്ന് എഴുതുക. നെക്സ്റ്റ് ഇനി ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ഈറ്റ എന്ന് പറയും. ഈ ഈറ്റയെ പറയുന്ന പേരാണ് ഗ്രീക്ക് ലെറ്ററിൽ ഈറ്റ എന്നാണ് നമ്മൾ വായിക്കുന്നതിനെ ഈറ്റ, അല്ലെങ്കിൽ എന്താ പറയും, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയും. ഓക്കെ, ഇതാണ് അവിടുത്തെ കോൺസ്റ്റന്റ്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. That is eta into a dv by dx എന്ന് കിട്ടും. ഓക്കെ, dv by dx ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ഇത് നമ്മൾ ന്യൂട്ടൺ ലോ ഓഫ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് ഒബേ ചെയ്യുന്ന ലിക്വിഡ്സിനെ, ഫ്ലൂയിഡ്സിനെ എന്ത് പറയും? അത് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിക്കില്ല ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ചില ബോഡീസ് ഒക്കെ ന്യൂട്ടൺ ലോസ് ഒബേ ചെയ്യും, അത് നമ്മൾ ന്യൂട്ടോണിയൻ ബോഡീസ് എന്ന് പറയും. അപ്പോൾ അതുപോലെ എന്ത് പറയുന്നത്, ഇവിടെ ഈ ഒരു ന്യൂട്ടണിന്റെ ഈ ഒരു ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിന് എന്ത് പറയും? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഇനി ഈറ്റയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ഈറ്റയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ഏരിയ ഈക്വൽ ടു 1, ഏരിയ 1ഉം ആ ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ് 1 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റയ്ക്ക് തുല്യമായിരിക്കും. നമ്മൾ ഇങ്ങനെ കോൺസ്റ്റന്റ് മിക്കപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ടേംസ് എല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ അവിടെ എന്ത് ക്വാണ്ടിറ്റി ആണ് വരുന്നത് എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഈറ്റ എന്ന് കിട്ടി. That is the coefficient of viscosity of a liquid is defined as the tangential force per unit area of a layer required to maintain unit velocity gradient normal to the direction of flow. Okay, അതായത് ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് എന്തായിരിക്കണം? ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് ഈറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഓക്കെ, യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ്, കാരണം ആ ഒരു വെലോസിറ്റി ഗ്രേഡിയന്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഫ്ലോയെ മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എന്ത്? ഈറ്റ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഈ a equal to 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയ ഓഫ് ദ ലെയർ, ഒരു ലെയറിന്റെ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ലിക്വിഡ് മുൻപോട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിന് മുൻപോട്ട് തന്നെ ആ ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു കോൺസ്റ്റന്റ്, ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫ്ലോയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പെർ യൂണിറ്റ് ഏരിയയിൽ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത്? അവിടുത്തെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ എഴുതുക, ലാസ്റ്റ് അതിന് ശേഷം എന്ത് ചെയ്യുക? a equal to 1 and dv by d equal to 1, f is equal to eta. അതിനുശേഷം എഴുതേണ്ടതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്താണെന്നുള്ളതിന് സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഈ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി തന്നെ ഡൈനാമിക് വിസ്കോസിറ്റി എന്നും പറയാം. ഓക്കെ, അതിന്റെ മറ്റൊരു പേരാണ് കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി, അതർവൈസ് കോൾഡ് ഡൈനാമിക് വിസ്കോസിറ്റി. ദെൻ ഇതിന്റെ യൂണിറ്റ് കൂടി നോക്കാം. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് SI യൂണിറ്റിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇല്ല CGS സിസ്റ്റത്തിലാണെങ്കിൽ പോസ് എന്ന് പറയും, പോയിസ്. CGS സിസ്റ്റം ഇപ്പോൾ വേണ്ടല്ലോ, അഥവാ ഇനി എക്സാമിനേഷന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോയിസിലാണെങ്കിൽ ആൻസറും പോയിസിൽ എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് SI യൂണിറ്റിൽ മാത്രം എഴുതിയാൽ മതി. ഇതാണ് നമുക്ക് അവിടെ വരുന്ന ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റും വാല്യൂസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്രയും മതി. ഈ ഒരു കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി വരെയാണ് നമുക്ക് വിസ്കോസിറ്റി സെക്ഷനിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് ഇനി ഈ ഒരു സെക്ഷനിൽ വരുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടെർബുലന്റ് ഫ്ലോ ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്നും ടെർബുലന്റ് ഫ്ലോ എന്താണെന്നും നോക്കണം. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇതാണ് ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയും. സെക്കൻഡ് കേസിൽ കാണിച്ചിരിക്കുന്നതാണ് ടെർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡാമിൽ കൂടി ഒരു വെള്ളം വരുന്നതാണ്, ഒരു പെൻ സ്റ്റോക്കിൽ കൂടി എന്ത് ചെയ്യുന്നു? വെള്ളം ഇങ്ങനെ വരുവാണ്. അപ്പൊ അത് നോക്കുക, ഈ ഒരു ഏരിയ ഇവിടെ എല്ലാം എന്താണ്? ഒരു നോർമൽ, ഒരു വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സ്ലോയിലാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്, വാട്ടർ വരുന്നത്. ബട്ട് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുവാണ്? ഒരു കുഴഞ്ഞു മറിഞ്ഞ രീതിയിൽ, ഒരു മിക്സഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുവാണ്? അല്ലെങ്കിൽ കുത്തിയൊലിച്ച് പാഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം ഇവിടെ വരുന്നത്. അപ്പൊ ഈ രണ്ട് കേസും നമ്മൾ ലാമിനാർ ഫ്ലോ എന്നും ടെർബുലന്റ് ഫ്ലോ എന്നും പറയുന്നത്. ഇവിടെ ഈ ഒരു വെലോസിറ്റി, സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റഡി ഫ്ലോ ആണ്. ഒന്നുകിൽ സ്റ്റഡി ഫ്ലോ, അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ, അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ, ഇങ്ങനെ 3 പേരിലും പറയാൻ പറ്റും. ഓക്കെ, സ്റ്റഡി ഫ്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള മൂവ്മെന്റിൽ എന്തായിരിക്കും? എല്ലാ ഡയറക്ഷൻ അല്ലെങ്കിൽ എല്ലാ ലേയേഴ്സും എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ ഈ ഓയില്, ഇപ്പോൾ പെട്രോളോ അല്ലെങ്കിൽ ഇതൊക്കെ പെട്രോൾ ഓയിലൊക്കെ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് വിസ്കോസിറ്റി കൂടിയ മെറ്റീരിയൽസ് ഇങ്ങനെ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു സ്റ്റഡി ഫ്ലോ കാണാൻ പറ്റും. നിങ്ങൾ പാചകത്തിന് ഒഴിക്കുന്ന ഓയിൽ ഇപ്പോൾ കവറിൽ നമ്മൾ പൊട്ടിച്ച് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഓയിലിന്റെ മൂവ്മെന്റ് എന്താണ്? ആ ഓയിലിന്റെ ട്രാൻസ്ഫർ നമ്മൾ കാണുന്ന മൂവ്മെന്റ് ശരിക്കും അവിടെ
സ്റ്റഡി ഫ്ലോ ആണ്. അവിടെ എല്ലാം ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ഇത് ഒഴുകുന്നത് പോലും തോന്നത്തില്ല. ചില സമയത്ത് നമ്മളിപ്പോൾ ടാപ്പ് ചെയ്ത് തുറന്നാലും ചില സമയത്ത് ഒരു പ്രത്യേകിച്ച് ഒരു വെലോസിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെലോസിറ്റി ഞാൻ പറഞ്ഞുതരാം. ആ ഒരു വെലോസിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു സ്റ്റഡി ഫ്ലോ ഇവിടെ കിട്ടും. അതായത് എല്ലാ ലെയേഴ്സും ഒരേപോലെ ഇങ്ങനെ ഒഴുകുമായിരിക്കും. നമുക്ക് ശരിക്കും അവിടെ വാട്ടർ ഇങ്ങനെ ഒഴുകുവാണോ അതോ കോൺസ്റ്റന്റ് നിൽക്കുവാണോ എന്നൊരു സംശയം തോന്നുന്ന രീതിക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു മൂവ്മെന്റ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന മൂവ്മെന്റ്സ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. In a steady flow, velocity of the particle at any point is a constant. ഏതൊരു പോയിന്റിലുള്ള വെലോസിറ്റി എടുത്താൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു വെലോസിറ്റിയും ഈ വെലോസിറ്റിയും സെയിം ആവണമെന്നില്ല. അപ്പൊ ഈ ഒരു ലെയറിലെ വെലോസിറ്റി എന്തായിരിക്കും? എല്ലാ ടൈമിലും ഏത് ടൈം എടുത്താലും എന്തായിരിക്കും? ഒരേ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ എല്ലാ വെലോസിറ്റിയും സെയിം ആവാൻ നമുക്ക് വിസ്കോസിറ്റി സമ്മതിക്കത്തില്ല. ഓക്കെ, വിസ്കോസിറ്റി ആ ഒരു കേസ് അവിടെ വിസ്കോസിറ്റിക്ക് വിട്ടു കൊടുക്കേണ്ട കാര്യമാണ്. കാരണം വിസ്കോസിറ്റി എന്ത് ചെയ്യില്ല, എല്ലാ ലെയേഴ്സിന്റെ വെലോസിറ്റി ഇപ്പൊ ഇതിന്റെ വെലോസിറ്റി 10 ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി 10 ആവണം അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ വെലോസിറ്റി 10 ആണെങ്കിൽ ഏത് ടൈമിൽ ഈ ടൈമിൽ ഇതിന് 10 ആയിരിക്കും, ഇവിടെ 10 ആയിരിക്കും, ഇവിടെ 10 ആയിരിക്കും. പക്ഷെ അടുത്ത ഈ കേസിൽ സെക്കൻഡ് ടൈമിൽ ഇപ്പോഴത്തെ തൊട്ട് അടുത്ത ലെയർ നോക്കുമ്പോഴോ അത് ഈ ടൈമിൽ നോക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ 20 ആവാം. ഓക്കെ, ഇത് 20 ആവാം. ഇല്ല, ഒരു ലെയറിലെ വെലോസിറ്റി എല്ലാം എന്തായിരിക്കും? ഒരു പോയിന്റ് എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് അല്ല, ഏത് സമയം നോക്കിയാലും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദ വെലോസിറ്റി വിൽ ബി ഡിഫറെന്റ് ഫോർ പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെന്റ് ലൊക്കേഷൻ. ഞാൻ ഈ പറഞ്ഞല്ലോ എന്ത് ചെയ്യുന്നു, ഓരോ ലെയേഴ്സിലെ ഓരോ ലൊക്കേഷനിലും പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി വേരി ചെയ്യാം. ബട്ട് എല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അവരുടെ ലെയേഴ്സിലെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. തേർഡ് പോയിന്റ്, ദ ലിക്വിഡ് ലെയർ ഇൻ കോൺടാക്ട് വിത്ത് സോളിഡ് സർഫസ് വിൽ ബി അറ്റ് റെസ്റ്റ്. അപ്പോൾ ഈ സോളിഡ് സർഫസുമായിട്ട് ഇപ്പോൾ ഒരു ട്യൂബിൽ കൂടിയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു ട്യൂബിൽ കൂടി ഇപ്പോൾ വാട്ടർ പോവാണ്, ലിക്വിഡ് പോവാണ്. അപ്പോൾ ഈ ട്യൂബുമായിട്ട് ടച്ച് ചെയ്യുന്ന ഈ സോൾഡുമായിട്ട് ടച്ച് ചെയ്യുന്ന ലെയേഴ്സ് എന്തായിരിക്കും? ഈ സോൾഡ് ടച്ച് ചെയ്യുന്ന ഈ ലെയേഴ്സ് എല്ലാം അവിടെ റെസ്റ്റിലായിരിക്കും. ഓക്കെ, ഈ സർഫസ് എല്ലാം റെസ്റ്റിലായിരിക്കും. ഇനി അകത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഒരു ലിക്വിഡ് അവിടെ മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനാണ് സ്റ്റഡി ഫ്ലോയിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് ഇനി ടർബുലന്റ് ഫ്ലോ. അപ്പോൾ ഈ ടർബുലന്റ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ കുത്തൊലിച്ച് പോകുന്ന അല്ലെങ്കിൽ അതുപോലെ മഴവെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് വരുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു കേസിൽ ഡാമിലൊക്കെ വെള്ളം തുറന്നു വിടുമ്പോൾ വെള്ളം ചാടുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ടർബുലന്റ് ഫ്ലോ പോകുന്നത്. അവിടെ വെലോസിറ്റി എന്തൊന്നുമല്ല, കോൺസ്റ്റന്റ് അല്ല, ഓരോ സമയത്തും ഓരോ വെലോസിറ്റിയാണ്. ഒരു ലെയർ തന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒഴിഞ്ഞു പറഞ്ഞ ആ ഒരു രീതിയിൽ മിക്സ്ഡ് അപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? അവിടെ പോകുന്നത്. കണ്ടല്ലോ, ഇത് ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള രീതിയിലായിരിക്കും വെലോസിറ്റി പോകുന്നത്. ഈ ഒരു ഫിഗർ ഒന്ന് ചിന്തിച്ചാൽ മതി, വെള്ളം ഇങ്ങനെ പോകുന്ന സമയത്തുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. when the velocity at a point in a liquid change with the time. ഇത് ഓരോ ഇൻസ്റ്റന്റിലും എന്ത് ചെയ്യുന്നു? വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു ഇൻസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെലോസിറ്റി, അതേ ലെയറിന് തൊട്ടടുത്ത കേസ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വെലോസിറ്റി. ശരിക്കും ലെയേഴ്സ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു കേസിൽ ആ ഒരു ലെയേഴ്സ് അല്ലെങ്കിൽ ലിക്വിഡ് ലെയേഴ്സ് മൂവ് ചെയ്യുന്നത്. And when the velocity at a point in the liquid change with the time, the flow is called unsteady flow. മറ്റൊരു steady flow ആയിരുന്നു, ഇതെന്താണ്? unsteady flow ആണ്. And the unsteady flow is called turbulent, where there is no bend in the path of the fast moving liquid. അതായത് ഇപ്പോൾ ബെൻഡൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു രീതി തന്നെ പോകും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പിയറോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിങ്ങനെ കവർ ചെയ്ത് ആ ഒരു രീതിക്ക് ചുറ്റി എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ വെക്കൊണ്ടേയിരിക്കും. അതിൽ കിടന്ന് ആ ഒരു സ്പിയർ കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും. ഒരു സ്പെറിക്കൽ ബോളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടർബുലന്റ് ഫ്ലോ എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതും അതിന്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ടർബുലന്റ് ഫ്ലോയും സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കിവിടെ ഈ കമ്പയർ എന്ന് ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റഡി ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് നോക്കുക, പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞത് പോയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ടർബുലന്റ് ഫ്ലോയ്ക്കും ഒരു സ്ട്രീം ലൈൻ ഫ്ലോയും കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്യുക. കാരണം ഇപ്പോൾ 2 മാർക്കിന് ചോദിച്ചാലും ഒരു 4-5 എണ്ണം കമ്പാരിസൺ എഴുതിയാലും ഫുൾ മാർക്ക് തരത്തുള്ളൂ. അല്ലാതെ 2 മാർക്കിന് 2 എണ്ണം മാത്രം കമ്പയർ ചെയ്ത് വെച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു 4 പോയിന്റ്സ് എങ്കിലും മിനിമം കമ്പാരിസൺ എഴുതും. 4-5 എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുക, ടർബുലന്റ് ഫ്ലോ എന്താണെന്നും സ്റ്റഡി ഫ്ലോ എന്താണെന്ന് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നൊരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പൈപ്പിൽ കൂടി ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റഡി ഫ്ലോ നടത്തിക്കൊണ്ട് പോവുകയാണ്, സ്റ്റഡി ഫ്ലോയിൽ പോവാണ്. പക്ഷെ ഒരു വെലോസിറ്റി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതേ പർട്ടിക്കുലർ വെലോസിറ്റി ഈ സ്ട്രീം ലൈൻ ഫ്ലോ ഇതിലോട്ട് മാറി, ടർബുലന്റ് ഫ്ലോയിലോട്ട് മാറി. ഈ ഒരു ഫിഗർ നോക്കുക, ഇവിടെ ഇങ്ങനെ ഇതൊരു വരുമായിരുന്നു, വെള്ളം ഇങ്ങനെ ഒരു സ്റ്റഡി ഫ്ലോ ലാമിനാർ ഫ്ലോയിൽ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ വെലോസിറ്റി അങ്ങ് ചേഞ്ച് ചെയ്തു. കാരണം ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന റീസൺ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തു? ഇത്രയും വിട്ട് ഉണ്ടായിരുന്നു, നമ്മളിവിടെ വിട്ട് കുറച്ചു. അപ്പോൾ അവിടെ വെലോസിറ്റി കൂടും, വിട്ട് കുറച്ച് പ്രഷർ കൂടും, അങ്ങനെ വെലോസിറ്റി കൂടും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു വെലോസിറ്റി കൂട്ടി കഴിഞ്ഞാൽ ഓക്കെ, ആ വെലോസിറ്റി കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷൻ മാറിയിട്ട് അത് ടർബുലന്റ് ഫ്ലോയിലോട്ട് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ ടർബുലന്റ് ഫ്ലോയിലോട്ട് അത് മാറിപ്പോയി. അപ്പോൾ ആ ഒരു വെലോസിറ്റി നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ലിക്വിഡ് up to which the flow is streamlined and above which the flow is turbulent. അപ്പോൾ ക്രിട്ടിക്കൽ
വെലോസിറ്റി. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് താഴെ വരെ എന്തായിരിക്കും? താഴെ വരെ അത് സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും, ലൈൻ ഫ്ലോ. അതിന്റെ മുകളിൽ എന്തായിരിക്കും? അത് ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് കണ്ടീഷൻ. താഴെ വരെ അത് സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും, മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി കാട്ടി കൂടി കഴിഞ്ഞാൽ അത് ടർബുലന്റ് ഫ്ലോ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു രണ്ട് കണ്ടീഷൻ. ക്രിട്ടിക്കൽ വെലോസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സഫിക്സ് സി എന്നാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ഇതാണ് നമ്മളോട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വി സി. ഇനി വി സി ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഡയമെൻഷണൽ ഫോർമുലാസ് വെച്ച് അല്ലെങ്കിൽ ഡയമെൻഷൻസ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഡെറിവേഷൻ ചെയ്യുന്നത്. നമ്മൾ ഡയമെൻഷണൽ ഫോർമുലാസ് വെച്ച് ഡെറൈവ് ചെയ്യുന്നത് 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡയമെൻഷണൽ ഫോർമുലാസ് വെച്ച് എങ്ങനെ നമുക്ക് ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത്, നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ ടർബുലന്റ് ഫ്ലോ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ടർബുലന്റ് ഫ്ലോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈറ്റ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റി റോയെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി അതിന്റെ ആ ഒരു ട്യൂബ്, ഏത് ട്യൂബിൽ കൂടിയാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു ഫിഗർ നേരെ കാണിച്ചത് ട്യൂബിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഏത് ട്യൂബിൽ കൂടിയാണ് പോകുന്നത്, ആ ട്യൂബിന്റെ ഡയമീറ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അവിടെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒരു ടർബുലന്റ് ഫ്ലോയും critical velocity depend ചെയ്യുന്ന factors, that is Vc directly proportional to eta raised to x, rho raised to y and d raised to z. Okay, ഇത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊപ്പോർഷണൽ മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ, റെനോൾഡ്സ് നമ്പർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. റെനോൾഡ്സ് നമ്പർ എന്ന് പറയും ആർ. ഇറ്റ് ഈസ് ഈക്വൽ ഇൻറ്റു eta raised to x, rho raised to y and d raised to z. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇനി എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് വെച്ചാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ഇപ്പോൾ ഡയമെൻഷണൽ മെത്തേഡ് ആണെങ്കിൽ ഈ രണ്ട് LHSലെയും RHSലെയും ഓരോ വാല്യൂസിന്റെയും ഡയമെൻഷണൽ ഫോർമുലാസ് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റെനോൾഡ്സ് നമ്പറിനോട് ഡയമെൻഷൻ വരത്തില്ല, കാരണം അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്, അതിനോട് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇതെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു m raised to 0, l raised to -1 and t raised to -1. ഇതാണ് നമ്മളൊരു വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഫസ്റ്റ് വരുന്ന ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അത് കോൺസ്റ്റന്റ് അല്ലല്ലോ, അത് നമുക്ക് വരുന്ന അവിടെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ റൈസ് ടു -2, ഇതാണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഡയമെൻഷൻ അതിന് കാണും. അപ്പോൾ ഡയമെൻഷൻ വരുന്നത് ദാറ്റ് ഈസ് m l raised to -1 t raised to -1 ഹോൾ റൈസ് ടു എക്സ്, ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ ഹോൾ റൈസ് ടു എക്സ് എന്ന് കൊടുക്കുക. ഇവിടെ ഈറ്റയുടെ മുകളിൽ കണ്ടല്ലോ എക്സ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു എന്ത് വരും? ഇൻറ്റു നെക്സ്റ്റ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ദാറ്റ് ഈസ് m l raised to -3 ഹോൾ റൈസ് ടു y. ഇതാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം. മാസിൻ്റെത് m, വോളിയം ക്യൂബ് ആണ്, ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ് അല്ലേ, അതാണ് l raised to -3 വന്നത്. അതാണ് അതിന്റെ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്ന ഡയമീറ്ററിന്റെ സ്ക്വയർ ആണ്. ഡയമീറ്റർ സ്ക്വയർ അല്ല, ഡയമീറ്റർ റൈസ് ടു ഇസഡ്. ഓക്കെ, ഡയമീറ്ററിന്റെ എന്താണ്? ലെങ്ത് അല്ലേ, എൽ വരെ, എൽ റൈസ് ടു ഇസഡ് എന്ന് കിട്ടും. ഇനി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഈ വാല്യൂസ് എല്ലാം ഒന്ന് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ ഇവിടെ ഉള്ള പാരാമീറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുക? ഇവിടെ ഉള്ള പാരാമീറ്റേഴ്സ് എല്ലാം വെച്ച് ഇക്വേഷൻ ഫോം ചെയ്യുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ ദാറ്റ് ഈസ്, ഇവിടെ m എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക. m ഇവിടെ എക്സില് ഇവിടെ ഒരു റൈസ് ടു m ഉണ്ട്, അതിനെ m എന്ന് എഴുതി. m ഇവിടെ ഒരു m ഉണ്ട്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? m റൈസ് ടു എക്സ് പ്ലസ് y എന്ന് എഴുതുക. കണ്ടോ, m റൈസ് ടു എക്സ് പ്ലസ് എന്ത് വരും? ഇവിടെ m റൈസ് ടു y. ഇത് ഡയമെൻഷണൽ ഫോർമുല വെച്ച് ഡെറൈവ് ചെയ്യുന്ന മെത്തേഡ് ആണ്, അതിങ്ങനെ തന്നെ പഠിച്ചു പോവുക. m റൈസ് ടു എക്സ് പ്ലസ് y എന്ന് വരും. അടുത്ത് എല്ലിന്റെ ഇവിടെ l റൈസ് ടു -1 ഉണ്ട്, അതിവിടെ x വരും, ദാറ്റ് ഈസ് l റൈസ് ടു -x. അടുത്ത് എന്തുണ്ട്? ഒരു -3y ഉണ്ട്, -3y പ്ലസ് എന്തുണ്ട്? പ്ലസ് z ഉണ്ട്. ലാസ്റ്റ് വരുന്നത് ഇവിടെ ടിയുടെ ഫംഗ്ഷൻ ആയിട്ട് ഏതാ വരുന്നത്? t റൈസ് ടു -1 ഹോൾ റൈസ് ടു x മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഓരോ ലെറ്റേഴ്സിനും ആ ഒരു സൂപ്പർ പവേഴ്സ് ആയിട്ട് വന്നതിനല്ല ഇവിടുത്തെ പവർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ m ന് കിട്ടുന്ന പവർ എന്താണ്? ഇവിടെ m ന് നമുക്ക് m റൈസ് ടു 0, ദാറ്റ് ഈസ് x പ്ലസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫസ്റ്റ് m വെച്ചിട്ട്, m ന്റെ വെച്ചിട്ട്. നെക്സ്റ്റ് എന്ത് വരും? അടുത്ത എല്ലിന്റെ വെച്ചാണ്, എല്ലിന്റെ വെച്ച് ഇക്വേറ്റ് ചെയ്യുക. ടി റൈസ് ടു എന്ത് വരും? ടി റൈസ് ടു അവിടെ എക്സ്, ടി റൈസ് ടു എക്സ് കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? ഓവർനൈറ്റ് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലിന്റെ അവിടെ വരുന്നത് -x -3y പ്ലസ് z ഈക്വൽ ടു എന്ത് വരും? -1 അല്ലേ, ഈക്വൽ ടു -1 എന്ന് വരും. -1 അല്ല, ഇവിടെ 1 ആണെന്ന് തോന്നുന്നു. 1 ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ അല്ലേ വരുന്നത്? 1 ആണ് കേട്ടോ, അത് കറക്റ്റ് ചെയ്യുക. -1 അല്ല, 1 ആണ്. 1 വരും.
നെക്സ്റ്റ് ഇനി ടിയുടെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. ടിക്ക് ഇവിടെ -1 ആണ്, ഇവിടെ -x ആണ്. ദാറ്റ് ഈസ് -x ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒയുടെ വാല്യൂ കിട്ടും. ഒയുടെ വാല്യൂ എക്സിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇസഡ് കിട്ടും. അപ്പോൾ ഇത്രയും വാല്യൂസ് ഒന്ന് ചെയ്യുക, മാത്തമാറ്റിക്കലി നമ്മളോട് സോൾവ് ചെയ്യുക. ഓൺ സോൾവിങ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് x ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ ഡയറക്റ്റ് ഇവിടെ കിട്ടുന്നത് ഈ -c ക്യാൻസൽ x ഈക്വൽ ടു 1 കിട്ടും. അടുത്ത് ഒയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, is equal to -1 എന്നായിരിക്കും കിട്ടുന്നത്. y is equal to -1 and z is equal to -1. ഇത്രയും വാല്യൂസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്തു കിട്ടി. അപ്പോൾ ഇത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷനിൽ കൊടുത്തതിന് ശേഷം ഈ മുകളിലത്തെ ഇക്വേഷനിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കൂടെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, അങ്ങനെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഡയമെൻഷൻ ദാറ്റ് ഈസ് BC is equal to REN divided by rho d. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ എക്സാമിനേഷൻ ഇങ്ങനെ ചോദിക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷെ എന്തായാലും അറിഞ്ഞിരിക്കുക. ക്രിട്ടിക്കൽ വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ ഡയമെൻഷനിൽ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ദാറ്റ് ഈസ് VC ഈക്വൽ ടു RE ഈറ്റ ഡിവൈഡ് ബൈ റോ ഡി എന്ന് കിട്ടി. ഇവിടുത്തെ ഈ RE ആണ് അവിടെ നമ്മൾ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, റെനോൾഡ്സ് നമ്പർ. അപ്പോൾ റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് RE ഈക്വൽ ടു rho VCD divided by rho VCD divided by eta എന്ന് കിട്ടും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ rho VCD by rho എന്നാണ് കിടക്കുന്നത്. അത് തിരുത്തുക, അത് rho VCD by eta എന്നാണ് ഇക്വേഷൻ വരേണ്ടത് കേട്ടോ. ടെക്സ്റ്റ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്താണ്, ചില ടെക്സ്റ്റുകൾ അങ്ങനെ ഉണ്ട്. rho VCD by rho എന്ന് കിടപ്പുണ്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ റോ ക്യാൻസൽ ചെയ്യുമ്പോൾ VCD മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ വരുന്നത് എന്താണ്, rho VCD by eta. ഇതാണ് അവിടുത്തെ റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കറക്റ്റ് അതിന്റെ ഡെഫിനിഷൻ ചോദിക്കുക, വാട്ട് ഈസ് ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ അതിനുശേഷം ഈ ഡയമെൻഷനിൽ ഡിറൈവ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ ആ ഒരു വാല്യൂസ് ഒക്കെ എന്താണെന്ന് മെൻഷൻ ചെയ്യുക. RE റെനോൾഡ്സ് നമ്പർ ആണ്, ഈറ്റ അവിടുത്തെ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ആണ്, ആൻഡ് റോ അവിടുത്തെ ഡെൻസിറ്റി ആണ്, ഡി എന്ന് വെച്ചാൽ അവിടുത്തെ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ആണ്. ആ ഒരു വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് പോകുന്ന ആ ട്യൂബിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുക. ഇതാണ് നമുക്ക് അവിടെ മെയിൻലി ആവശ്യമുള്ളത്, ആ ഒരു ടർബുലന്റ് ഫ്ലോയും സ്ട്രീം ലൈൻ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് ഇത് നമുക്ക് നോക്കേണ്ടത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മാസ് അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ആണ് അവിടെ കൂടി ഒരു ട്യൂബിൽ കൂടി ഫ്ലോ ചെയ്യുന്നത് അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്നതിൽ സ്ട്രീം ലൈൻ ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി നോക്കുന്നത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡെറൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്യൂബ് കൺസിഡർ ചെയ്യാം. ഈ ട്യൂബിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ A1 എന്ന് പറയുന്ന പോർഷൻ എന്താണ്, A1 കൂടെ A എന്ന് മാർക്ക് ചെയ്യാതിന്. A എന്ന് പറയുന്ന പോയിന്റ് കുറച്ച് വലുതും ഡയമെട്രിക്കലി വലുത്, ആ ട്യൂബിന്റെ വലുതുമാണ്. ഇപ്പുറത്തേക്ക് ഒരു ബോട്ടിൽ നെക്ക് പോലെയാണ് വരുന്നത്. ഈ ഒരു സർഫസ് വന്നിട്ട് എന്താണ്, കുറച്ച് ഷോർട്ട് ആണ്, റേഡിയസ് ഡയമീറ്ററോടെ കുറവാണ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. Then a tubular space AB bounded by a surface containing streamline called tube of flow. അപ്പോൾ ഇതിനകത്തുള്ള ഈ വാട്ടർ പോകുന്നത് നമ്മൾ എന്ത് ട്യൂബ് ഓഫ് ഫ്ലോ എന്ന് പറയാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, മാസ് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് കേസിൽ പോകുന്ന മാസും സെക്കൻഡ് കേസിൽ പോകുന്ന മാസ് നമുക്ക് അവിടെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എത്രത്തോളം മാസ് ഇവിടെ എൻട്രി ചെയ്യുന്ന അത്ര തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ലീവ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് ഒരു ലാസ്റ്റ് ഇക്വേഷൻ കിട്ടും. ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് A1 B1 റോ വിച്ച് ഈസ് ഈക്വൽ ടു A2 B2 റോ. ഇതിനാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, ഇപ്പം നോക്കുക, consider an infinitely similarly small tube of flow of cross section area DA1. ഫസ്റ്റ് കേസിലുള്ള ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ്, ഈ ഒരു ഫസ്റ്റ് പോർഷന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യുവാണ്. സ്ട്രീം ലൈൻ ഇങ്ങനെ ചെറിയ പോർഷൻ, ട്യൂബിലെ ചെറിയൊരു പോർഷൻ ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണ്. അതാണ് ഇൻഫിനിറ്റ്ലി സിമിലി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ഏരിയ. അപ്പോൾ സ്മോൾ ഏരിയ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സ്മോൾ ഏരിയ ആണെങ്കിൽ അവിടെ ആദ്യം DA1 എന്ന് റെപ്രസെന്റ് ചെയ്യുക, ഫസ്റ്റ് പോർഷൻ DA1. ആൻഡ് സെക്കൻഡ് ഏരിയ, ഇവിടുത്തെ ഏരിയ എത്രയായിരിക്കും, സ്മോൾ ഏരിയ തന്നെ ആയിരിക്കും, അതവിടെ DA2 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് കേസിൽ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുവാണ്. നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുത്തതിന് അപ്പോൾ ചെറിയൊരു കാര്യം കണ്ടുപിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഒരു ഇൻഫിനിറ്റി സിമിലി ഏരിയ അവിടെ കണ്ടുപിടിക്കുന്നത്. അത് അവിടുത്തെ DA1, ഈ എയിലുള്ളത് DA1, ബിയിലുള്ളത് DA2 ആണ്. ഇനി ഇവിടെ ഫസ്റ്റ് കേസിലുള്ള വെലോസിറ്റി, A എന്ന് പറയുന്ന പോർഷനുള്ള വെലോസിറ്റി V1 എന്നും സെക്കൻഡ് കേസിലുള്ള വെലോസിറ്റി ഞാൻ V2 എന്നുമാണ് എടുക്കുന്നത്. ഓക്കെ, വെലോസിറ്റി A1 ആൻഡ്
വെലോസിറ്റി അറ്റ് എ ഈസ് ഈക്വൽ ടു v1 ആൻഡ് വെലോസിറ്റി ബി ഈസ് ഈക്വൽ ടു v2. രണ്ട് വെലോസിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ഈ ഒരു വെലോസിറ്റി ഉള്ള ഈ ഒരു വെലോസിറ്റി മൂവ് ചെയ്യുന്ന ലിക്വിഡ്സ് അവിടെ ds1 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ ds2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് എയിലും ബിയിലും കൂടി എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ds1 ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ds1, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ds2. അറ്റ് എ ടൈം ടിയിൽ എന്ത് ചെയ്യുകയാണ്, ഇത് രണ്ടും മൂവ് ചെയ്യുവാണ്. ദെൻ ഇവിടുത്തെ ഡെൻസിറ്റി, ഇപ്പോൾ ഒരു ലിക്വിഡ് ആണ് പോകുന്നത്, പക്ഷെ നമുക്ക് ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരേ ലിക്വിഡ് ആണ്, ഡെൻസിറ്റിയും വെലോസിറ്റിയും ചിലപ്പോൾ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് നമുക്ക് ചിലപ്പോൾ സെയിം ആയി തോന്നാം. പക്ഷെ എന്താണ്, നമുക്ക് ആ ഡെറിവേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ രണ്ട് കേസിൽ ഇപ്പോൾ എയിലുള്ള ലിക്വിഡിന്റെ വെലോസിറ്റി ഡെൻസിറ്റി ρ1 എന്നും സെക്കൻഡ് ഇവിടുത്തെ വിസ്കോസിറ്റി ρ2 എന്നൊക്കെ പറയുന്നത്. ശരിക്കും രണ്ടും സെയിം ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ആക്കല്ലേ. അത് നമുക്ക് ഡെറിവേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ മൂന്നായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത്, രണ്ട് സൈഡിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടുത്തെ ഡെൻസിറ്റി റോയും ഇപ്പുറത്ത് ρ1 ഇവിടുത്തെ ρ2 ആയിട്ട് എടുത്തു. ദെൻ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് മാസ് ഓഫ് ദ ലിക്വിഡ് എൻറ്ററിങ് ദ ട്യൂബ് അറ്റ് എ, അതായത് പെർ സെക്കൻഡിൽ എയിൽ എൻട്രി ചെയ്യുന്ന ലിക്വിഡിന്റെ മാസ്, എ എന്ന് പറയുന്ന പോയിന്റിൽ എൻട്രി ചെയ്യുന്ന ലിക്വിഡിന്റെ മാസ്. അപ്പൊ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് dA1 into ds1 into ρ1 by dt. ഓക്കെ, ρ1 by dt, dt ഇപ്പുറത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഈ ρ1 ഒരു ഏരിയ dA1 into റോ ഡെൻസിറ്റി ഇൻറ്റു എന്ന് എഴുതാം ds1 ഡിസ്പ്ലേസ്മെന്റ് ബൈ dt. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, റേറ്റ് ഓഫ് ചേഞ്ച്. കാരണം നമുക്ക് ഇവിടെ ഇതിൽ ഏരിയയിലും അല്ലെങ്കിൽ ഡെൻസിറ്റിയിലും വേറെ ചേഞ്ച് വരത്തില്ല, സെയിം തന്നെയാണ്. ഇവിടെ ആകെ വേരിയും ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആയി നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും, v1 എന്ന് കിട്ടും, വെലോസിറ്റി v1. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഈസ് dA1 ഇൻറ്റു ρ1 ഇൻറ്റു ds1 ബൈ dt. v1 ആണ് അവിടുത്തെ വെലോസിറ്റി ആണ്. ഇതിപ്പോൾ എൻട്രി ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, ഇതുവഴി ഇങ്ങനെ എൻട്രി ചെയ്യുന്ന കാര്യം. ഇനി എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ആ സർഫസിൽ കൂടി ആ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ മാസ് എങ്ങനെ എടുക്കാൻ പറ്റും, മാസ് ഓഫ് ദ ലിക്വിഡ് ലീവിങ് അറ്റ് എ ട്യൂബ് ബി പെർ സെക്കൻഡിൽ അവിടെ ലീവ് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു, ബി എന്ന് പറയുന്ന സെക്ഷനിൽ ലീവ് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു dA2 അവിടുത്തെ ഏരിയ, ആ സ്മോൾ ഏരിയ, ഇൻറ്റു എന്ത് വരും ds2 അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ dt ഇൻറ്റു എന്ത് വരും ഇൻറ്റു ρ2. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ലീവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും, കാരണം ds1 ബൈ dt വെച്ചാൽ വെലോസിറ്റി ആണ്. ഇറ്റ് ഈസ് dA2 v2 ആൻഡ് ρ2 എന്ന് എഴുതാം. ഇതാണ് ആ ബി എന്ന് പറയുന്ന റീജിയനിൽ കൂടി എന്ത് ചെയ്യുന്നത്, ലീവ് ചെയ്യുന്നത്. ഇനി ഇതിപ്പോ നമുക്ക് സ്മോൾ ചേഞ്ച് കിട്ടിയിട്ടുള്ളൂ. ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ദ ടോട്ടൽ മാസ് ഓഫ് ദ ലിക്വിഡ് എൻറ്ററിങ് ദ ഹോൾ ക്രോസ് സെക്ഷണൽ ഏരിയ. ആ എ എന്ന് പറയുന്ന റീജിയൻ, എ എന്ന് പറയുന്ന റീജിയൻ അറിയാം, ഇതാണ് എ എന്ന് പറയുന്ന റീജിയൻ, ഇതാണ് എ എന്ന് പറയുന്ന റീജിയൻ, ഇതാണ് ബി എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ എ എന്ന് പറയുന്ന റീജിയനിൽ എൻട്രി ചെയ്യുന്ന ലിക്വിഡിന്റെ കേസ് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മൊത്തം ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഫോർ ദ ലിമിറ്റ് വരുന്ന 0 to a1. ഹോൾ ലിമിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഹോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹോൾ ഏരിയക്ക് വേണ്ടി അവിടെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ ബിയുടെ കേസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബിയുടെ കേസിൽ അവിടെ ഹോൾ അവിടെ നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കേണ്ടി വരും ഫോർ ദ റേഞ്ച് 0 to a2. നമുക്ക് ഇന്റഗ്രേഷൻ കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ മാറ്റി എഴുതാണ് ഇവിടെ. സോ റിസൾട്ട് എനിക്ക് അവിടെ കിട്ടുന്നത് ദാറ്റ് ഈസ് എന്ത് കിട്ടും, ഇവിടെ ആകെ ഇന്റഗ്രേഷൻ ചേഞ്ച് വരുന്നത് dA1 അല്ലേ, അത് a1 ആയിട്ട് മാറും. ലിമിറ്റ് കൊടുക്കുമ്പോൾ a1 തരും വരും. അപ്പോൾ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, വേറെ ചേഞ്ച് ഒന്നും വരത്തില്ല. അപ്പോൾ എയിലുള്ളത് എനിക്ക് എന്ത് കിട്ടും, ഇറ്റ് ഈസ് ഈക്വൽ ടു a1 ρ1 v1 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ബിയിലുള്ള കേസ് എന്ത് കിട്ടും, ഇന്റഗ്രേഷൻ കൊടുത്തതിന് ശേഷമുള്ളതാണ്, ലിമിറ്റ് ഉള്ളതുകൊണ്ട് കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ വരത്തില്ല. ദാറ്റ് ഈസ് a2 ρ2 ആൻഡ് v2 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് അവിടെ രണ്ട് കേസിലും കിട്ടുന്നത്. അപ്പോൾ രണ്ട് കേസിലും ഞാൻ പറഞ്ഞല്ലോ, രണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് സെയിം ആണ്, അല്ലെങ്കിൽ ഇവിടെ കൂടി കയറുന്ന ലിക്വിഡിന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ വിട്ട് കഴിഞ്ഞാൽ വാട്ടറിനായിരിക്കും പുറത്ത് വരുന്നത്. അപ്പോൾ ഡെൻസിറ്റിയിൽ വേറെ വേരിയേഷൻ ഇല്ല. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ് വരുന്നത്, എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും, ആ വാട്ടറാണ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി സെയിം എന്ന് പറയുന്നു. അപ്പോൾ ഡെൻസിറ്റി സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ രണ്ട് സൈഡിലും പ്രത്യേകിച്ച് അവിടെ വേറെ ഒരു ലിക്വിഡ്സും എക്സ്ട്രാ വരികയോ ഒന്നും ചെയ്യുന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് എ കൂടി പോകുന്ന ലിക്വിഡിനെ പുറത്തോട്ട് പോകുന്നതെന്ന് വെച്ച് ഇക്വേറ്റ് ചെയ്തിട്ട് ദാറ്റ് ഈസ് എ ഈക്വൽ ടു ബി എന്ന് എഴുതുക. ആൻഡ് വിച്ച് ഈസ് അഗെയിൻ ഈക്വൽ ടു A1 ρ1 V1 ഈക്വൽ ടു A2 ρ2 V2 എന്ന് മാറ്റി എഴുതാൻ പറ്റും. അതായത് അവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, ലിക്വിഡിന് വേരിയേഷൻ ഇല്ല, സെയിം ലിക്വിഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എൻട്രി ചെയ്യുന്നതും സെയിം ലിക്വിഡ് തന്നെയാണ് അവിടെ ലീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് A ഈക്വൽ ടു ബി എന്ന് കിട്ടും. ദാറ്റ് ഈസ് A1 ρ1 V1 ഈക്വൽ ടു A2 V2 ρ2. The mass of the fluid flowing through a tube per second is called mass flow rate. Okay. The equation of continuity states that the mass flow rate has the same value at every position along the tube, which has only one entry point and a single outlet for the flow. അതായത് ഒരു എൻട്രി പോയിന്റ് ഒരു എക്സിറ്റ് പോയിന്റ് ഉള്ള ഏതൊരു പൈപ്പിലും കൂടി പോകുന്ന ഒരു ലിക്വിഡിന്റെ മാസ് ഫ്ലോ റേറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് നമുക്കിപ്പോൾ ഈ ഒരു കേസിന് കിട്ടിയത്. ഇവിടെ മാസിന്റെ ടേം ഉണ്ട്, that is density is equal to mass by volume. The equation that is mass equal to എന്താണ്, density into volume. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ഒരു ടേം കണ്ടോ, ഇതെന്താണ്, മാസിന്റെ ഇക്വേഷൻ ആണ്. ശരിക്കും ഇത് മാസ് ആണ്. അതാണ് നമ്മൾ ഈ ഒരു മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് അവിടെ നോക്കുക. അപ്പോൾ എസ് ഐ യൂണിറ്റ് ഓഫ് മാസ് ഫ്ലോ റേറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ്. ഇതാണ് മാസ് ഫ്ലോ റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ക്യാൻ ബി നെതർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അത് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എത്ര മാസ് എൻട്രി ചെയ്യുന്നു അത്രയും മാസിനെ ലീവ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇതിനെ ഈ ρ1 V1 പകരം M1 is equal to that is A1 M1 equal to A2 M2 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ എത്ര മാസ് എൻട്രി ചെയ്യുന്നു അത്രയും മാസ് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ ലീവ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യം നോക്കുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ച് A1 ρ1 V1 ഈക്വൽ ടു A2 ρ2 V2. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നമുക്കിനി ഡെറിവേഷൻ ആവശ്യം വരും. അടുത്ത കേസിലൊക്കെ വരുന്ന ഡെറിവേഷൻസിന് ആവശ്യം വരും. അപ്പോൾ ഇത്രയും ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ബെർണോളിസ് തിയറം. അപ്പോൾ ബെർണോളിസ് തിയറം അറിയുന്നതിന് മുമ്പേ നമുക്ക് ഒരു ഫ്ലൂയിഡിൽ വരുന്ന എനർജീസ് എന്തൊക്കെയാണെന്ന് അറിയണം. നമ്മൾ സാധാരണ ഒരു സിസ്റ്റത്തിൽ എപ്പോഴും പറയും ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇത് നമ്മൾ ഇത്രയും ദിവസമുള്ള ക്ലാസ്സിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഇവിടെ ഫ്ലൂയിഡിന്റെ കേസിൽ നമുക്കറിയാലോ ഫ്ലൂയിഡിന് എന്തുണ്ട്, ഒരു പ്രഷർ വേരിയേഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടുത്തെ പ്രഷർ എനർജി ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രഷർ എനർജി പി എന്നുകൂടി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. പി ദാറ്റ് ഈസ് എ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ ഓഫ് ദ ലിക്വിഡ്. പ്രത്യേകിച്ച് ആ ഒരു ഡെഫിനിഷൻ വാക്ക് ഓർക്കുക. നമ്മുടെ ലിക്വിഡിന്റെ കേസിലാണ് അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ കേസിലാണ് വരുന്നത്. ദ ടോട്ടൽ എനർജി ഓഫ് എ ലിക്വിഡ് ഓർ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ദ പ്രഷർ എനർജി. 3 എനർജി ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് അവിടെ എഴുതാം. കൈനറ്റിക് എനർജി ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു half mv square. ഇപ്പോൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് ആണ് എന്തെല്ലാം, പെർ യൂണിറ്റ് മാസ്. യൂണിറ്റ് മാസിനുള്ള കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് വി സ്ക്വയർ. യൂണിറ്റ് മാസ് എന്ന് വെച്ചാൽ m ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴാണ് യൂണിറ്റ് മാസ് വരുന്നത്. ഹാഫ് വി സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി പെർ വോളിയം എങ്ങനെ എഴുതാം, ഇത് പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ ഹാഫ് വി സ്ക്വയർ എന്ന് കിട്ടും. കെ ഇ പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ എന്ത് കിട്ടും, പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. ഇവിടെ 2 വി മാറ്റല്ലേ, ഇത് സ്മോൾ വി വെലോസിറ്റി ആണ്, ഇത് ക്യാപിറ്റൽ വി അവിടുത്തെ വോളിയം ആണ് കേട്ടോ. ഇത് വോളിയവും ഇതെന്താണ് വെലോസിറ്റി കമ്പോണന്റ്. വെട്ടി കളയല് ക്യാൻസൽ കളയല്, രണ്ട് ഫാക്ടേഴ്സ് ആണ്. ക്യാപിറ്റൽ വി വോളിയം, സ്മോൾ വി ആണ് അവിടുത്തെ വെലോസിറ്റി. അപ്പോൾ മാസ് ബൈ വോളിയം എന്താണ്, ഡെൻസിറ്റി. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്നുണ്ട്. ഓക്കെ. അതാണ് ഇവിടുത്തെ കേസ് നമുക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം കിട്ടുന്നത്. ഓക്കെ. പെർ യൂണിറ്റ് വോളിയം പെർ വോളിയം ഹാഫ് റോ വി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ ആയിട്ടുണ്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജി പി ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ പി ഓഫ് ദ ലിക്വിഡ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ മറ്റേ ഒരു എം എന്നുള്ള മാസ് ഉള്ള ലിക്വിഡ് എന്ത് ചെയ്യുന്നു, എച്ച് ഹൈറ്റ് ഇരിക്കുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, എം ജി എച്ച്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എം ജി എച്ച് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡെറൈവ് ചെയ്യാൻ പറ്റും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ, എം ജി എച്ച് എന്ന് കിട്ടും. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു എം ജി എച്ച് ബൈ വി എന്ന് കിട്ടും. വോളിയം എലമെന്റ് ബി ഇസ് ഈക്വൽ ടു എം ബൈ വി എന്താണ്, ഡെൻസിറ്റി റോ ജി എച്ച് എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും ആയിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് റോയിൽ ഇവിടെ എന്ത് ചെയ്തു, പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് അവിടെ റോയുടെ ടേംസിൽ കിട്ടി.
ഇത് രണ്ട് കൈനറ്റിക് എനർജി ആയി പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് പ്രഷർ എനർജിയാണ് വേണ്ടത്. അപ്പോൾ മാറ്റിയിട്ട് ഇനി പ്രഷർ എനർജി കൂടി ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ വി സ്ക്വയർ പ്ലസ് പി എന്താ കിട്ടിയത്? പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്, ഡെൻസിറ്റി റോ ജി എച്ച് പ്ലസ് പി ആണ് ഇനി വേണ്ടത്. അപ്പോൾ പി ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രഷർ എനർജി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കണ്ടെയ്നറിൽ ഒരു ടാങ്കിലൂടെ ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഒരു പിസ്റ്റൺ കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഇതിനകത്ത് പ്രഷർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രഷർ വേരിയേഷൻ, ഇവിടെ ഹൈറ്റ് h ആണ്, ഇവിടുത്തെ ഹൈറ്റ് h ആണ്. പിസ്റ്റണും നമ്മുടെ ലിക്വിഡ് സർഫസും ഹൈറ്റ് അവിടെ h ആണ്. ദ പ്രഷർ ഓൺ ദ പിസ്റ്റൺ P, അല്ലെങ്കിൽ ആ ഒരു പിസ്റ്റണിൽ കിട്ടുന്ന പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഈ പ്രഷർ, വിച്ച് ഈസ് ഈക്വൽ ടു പിസ്റ്റൺ പ്രഷർ ഈക്വൽ ടു എന്താണ്? P ആണ് അവിടുത്തെ പ്രഷർ. ആൻഡ് വർക്ക് ഡൺ ടു മൂവ് ദ പിസ്റ്റൺ ത്രൂ സ്മോൾ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്മോൾ ഡിസ്റ്റൻസ്, ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് ഞാൻ പിസ്റ്റൺ മൂവ് ചെയ്തു. ഇനിഷ്യലി ഇവിടെ ഇരുന്ന പിസ്റ്റൺ ആണ്, ഞാൻ പ്രഷർ കൊടുത്തു, ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്തു? അതിനെ മൂവ് ചെയ്തു. എക്സ് ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യാനായിട്ട് അവിടുത്തെ വർക്ക് ഡൺ, ദാറ്റ് ഈസ് W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടുത്തെ കേസിൽ ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എടുക്കാം, പ്രഷർ ഇൻറ്റു ഏരിയ എടുക്കാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രസ്റ്റിന്റെ കേസ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം? പ്രഷർ ഇൻറ്റു ഏരിയ എടുക്കാം. ദാറ്റ് ഈസ് പ്രഷർ P ആണ്, എ എത്രയാണ്? ഇവിടുത്തെ ഈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പിസ്റ്റന്റെ ഏരിയ. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പിസ്റ്റൺ ആണ് എ എന്ന് പറയുന്നത്. പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഫോഴ്സ് കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ, ആ ഒരു സ്മോൾ വർക്ക് ഡൺ എത്ര കിട്ടി? ദാറ്റ് ഈസ് PAX എന്ന് കിട്ടി. ആൻഡ് ദെൻ ഇക്വേഷൻ, ഇപ്പോൾ വർക്കിന്റെ ഇക്വേഷൻ ആയിട്ടുണ്ട് PAX ആണ്. എന്ത് ചെയ്യുന്നു? അടുത്തിനി പ്രഷർ പെർ യൂണിറ്റ് മാസ്, പെർ യൂണിറ്റ് മാസിനുള്ള പ്രഷർ എന്ത് ചെയ്യണം? പ്രഷർ എനർജി, വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് PAX ബൈ M എന്ന് കിട്ടും. PAX ബൈ M, മാസ് നമ്മളിവിടെ നേരത്തെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ് എത്രയാണ്? മാസിന്റെ ഇക്വേഷൻ, മാസ് ഈക്വൽ ടു, എഴുതിയില്ലെന്ന് തോന്നുന്നു, മാസ് ഈക്വൽ ടു AX റോ. ഓക്കെ, ഇതാണ് മാസിന്റെ ഇക്വേഷൻ വരുന്നത്. ഇത് നോക്കി വെച്ചിരിക്കാം. മാസ് ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു AX ബൈ റോ. അതായത് മാസ് M ഈക്വൽ ടു മാസ് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, ഇതിപ്പോൾ വോളിയം ആണ് AX എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ ഏരിയയുടെ തിക്നെസ് എന്ത് കിട്ടും? നമുക്ക് അതിന്റെ വോളിയം കിട്ടും. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മാസിന്റെ ഇക്വേഷനോട് മാറ്റാം. മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അതാണ് ഈ ഇക്വേഷൻ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു PAX ബൈ റോ AX. റോ AX, ഈ AX ഇത് ക്യാൻസൽ ചെയ്യുക. ബാക്കി നമുക്ക് പ്രഷർ എനർജി എന്ത് കിട്ടും? പ്രഷർ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു P ബൈ റോ എന്ന് കിട്ടും. പ്രഷർ എനർജി ഈക്വൽ ടു P ബൈ റോ എന്ന് കിട്ടും. ദെൻ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, ഇതിപ്പോൾ ഡെൻസിറ്റി ടേംസിലല്ലേ കിട്ടിയ. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, ഇവിടുത്തെ വോളിയം ഇസ് ഈക്വൽ ടു AX. നമ്മൾ നേരത്തെ ഇവിടെ എടുത്തല്ലോ AX ആണ്. വോളിയം AX ആണ്, V is equal to AX ആണ്. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഈ ഒരു എനർജിയുടെ കൂടെ എന്ത് ചെയ്യുക? ഈ ഒരു വോളിയം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു PAX ഡിവൈഡ് ബൈ AX കിട്ടും. ഇത് രണ്ടും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് ഇതിപ്പോൾ പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇനി യൂണിറ്റ് വോളിയം, പെർ യൂണിറ്റ് വോളിയം അല്ലാതെ പ്രഷർ എനർജി ഫോർ ദ ഓഫ് വോളിയം V ഓഫ് ദ ലിക്വിഡ്, ഈ വോളിയം V ഉള്ള ഒരു ലിക്വിഡിന്റെ പ്രഷർ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം നമുക്ക് ഡിവൈഡ് ബൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോകും. ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു V കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഒരു വോളിയം V ഉള്ള ഒരു ലിക്വിഡിന്റെ കേസിൽ വരുന്ന പ്രഷർ എനർജി വരുന്നത്. ഓക്കെ, P ഇൻറ്റു V ചെയ്യുമ്പോൾ കിട്ടും പ്രഷർ എനർജി ഫോർ എ വോളിയം V കിട്ടും. അപ്പോൾ അത് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ എടുത്തത് പെർ യൂണിറ്റ് എനർജി പെർ യൂണിറ്റ് മാസ് എടുത്തപ്പോൾ നമുക്ക് അവിടെ P ബൈ റോ എന്ന് കിട്ടി. പെർ യൂണിറ്റ് മാസ് നമുക്കത് അവിടെ ആവശ്യമില്ല. നമുക്ക് ശരിക്കും ഇവിടെ ഇക്വേഷനിൽ വേണ്ടത് PV ആണ്. ഓക്കെ, ആ ഒരു ലാസ്റ്റ് നമുക്ക് എന്ത് വേണം? ആ വോളിയം എലമെന്റ് വെച്ചിട്ടുള്ള ഒരു പ്രഷറിന്റെ ഇക്വേഷൻ വേണം. അതിന് എന്ത് ചെയ്തു? P ഇൻറ്റു V, ഇവിടെ പെർ യൂണിറ്റ് വോളിയം എടുത്ത് P മാത്രം എടുത്തതിന് ശേഷം P ഇൻറ്റു V എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അല്ല, V അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻ ഇവിടെ ഓർത്തിരിക്കുക. ഇവിടെ എന്ത് കിട്ടി? പ്രഷർ എനർജി നമുക്ക് അവിടെ എന്ത് എഴുതാം? ഒന്നുകിൽ P ബൈ റോ എന്ന് എഴുതാം, അല്ലെങ്കിൽ PV എന്ന് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, ഈക്വൽ ടു PV. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ വരുന്ന 3 ഫാക്ടേഴ്സ്. ഇത്രയാണ് ടോട്ടൽ എനർജി ഓഫ് എ ലിക്വിഡ്. ആ ഒരു ലിക്വിഡിന്റെ ടോട്ടൽ എനർജി ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പ്ലസ് എന്തുണ്ട് അവിടെ നമുക്ക്
ആ ഒരു പ്രഷർ എനർജി കൂടി ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബെർണോളിസ് തിയറത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ബെർണോളിസ് തിയറം പറയുന്നത് that is Bernoulli's theorem stated that total energy of a system, total energy of a incompressible liquid which is equal to a constant. ഇവിടുത്തെ ടോട്ടൽ എനർജി നമുക്ക് P by rho plus GH plus half V square. ഇതെന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് ആണ് നമ്മുടെ എന്ത് പറയുന്നത് ബെർണോളിസ് തിയറം പറയുന്നത്. നമുക്ക് അതിന്റെ പ്രൂഫ് കൂടി നോക്കണം എങ്ങനെയാണ് ഇത് കോൺസ്റ്റന്റ് ആവണമെന്ന്. അപ്പോൾ ഇതിലെല്ലാ എനർജീസും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, പ്രഷർ ഹെഡ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റി ഹെഡ് ഉണ്ട്. ഓക്കെ, 3 ഹെഡും ഉണ്ട്. 3 ഹെഡ് എന്ന് വെച്ചാൽ 3 എനർജീസ് ഇതിനകത്തുണ്ട്. നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബാക്കി ടേംസ് ക്യാൻസൽ ആയി പോയിട്ടുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് നമ്മൾ ആ ഒരു ഇക്വേഷനിലോട്ട് കൊണ്ടുവരാം. പി പ്ലസ് റോ ജി എച്ച് പ്ലസ് റോ വി സ്ക്വയർ എന്ന് പറയും. ഒരു റോ ഉണ്ട്, എന്ത് ചെയ്താൽ മതി, മൊത്തത്തിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് തിരിച്ച് ആ ഒരു ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും, നേരത്തെ നമ്മൾ എഴുതുന്ന ഇക്വേഷനിലോട്ട്. അപ്പോൾ ഇതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ എനർജി ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഇറോട്ടേഷണൽ ആൻഡ് ഐസോട്രോപിക് ഫ്ലൂയിഡ് ഈസ് in a streamline flow is a constant throughout the displacement. That is the total energy per unit mass of a fluid equal to എന്താണ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ യൂസ് ചെയ്ത ആ പി വി യൂസ് ചെയ്യേണ്ടതില്ല. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, പ്രഷറിന് വേണ്ടിയിട്ടായിട്ട് പി മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ബെർണോളിസ് തിയറം പെർ യൂണിറ്റ് മാസിന്റെ ടേംസിലാണ് പറഞ്ഞത്. പെർ യൂണിറ്റ് മാസിന്റെ ടേംസിൽ പറഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, പി ബൈ റോ. ഓക്കെ, ഈ ഒരു ടേം ആണ് പെർ യൂണിറ്റ് മാസിന്റെ കേസ് നമുക്ക് കിട്ടിയത്. അതാണ് ഇവിടെ കിടക്കുന്നത് ഈ ഒരു ഇക്വേഷൻ. ഇവിടെ പ്രഷറിന്റെ ടേംസ് പി ബൈ റോ എന്ന് പറഞ്ഞു, പി വി എന്ന് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ബെർണോളിസ് തിയറം ഡെറൈവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ബെർണോളിസ് തിയറം നമ്മൾ പറഞ്ഞല്ലോ, ബെർണോളിസ് തിയറം പറഞ്ഞു. നമ്മൾ ബെർണോളിസ് തിയറത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ് ഈ കിടക്കുന്നത്. ടെക്സ്റ്റിലുള്ള ഫിഗർ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. നമുക്ക് ടെക്സ്റ്റിലെ ഫിഗർ ഒന്ന് പെട്ടെന്ന് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ. ഇവിടെ ഹൈറ്റ്, ഈ ഒരു സർഫസ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് തമ്മിലുള്ള ഹൈറ്റ് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് H2 എന്ന് എടുക്കാം. ഇവിടുത്തെ ഈ സ്മോൾ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന ഹൈറ്റ് നമുക്ക് അവിടെ H1 എന്ന് എടുക്കാം. ആൻഡ് ഇവിടെ ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ലിക്വിഡ് എൻട്രി ആണ്, ഇതുവഴിയായിരിക്കും ലിക്വിഡ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എയും ഇവിടെ നമ്മൾ ഇതുവരെ എത്തുന്ന ഒരു പോയിന്റ് എ ഡാഷ് എന്നും, ഇവിടെ ഫസ്റ്റ് ഇവിടെ ലിക്വിഡ് എത്തുന്ന സമയത്തുള്ള പോയിന്റിനെ ഞാൻ ബി ഡാഷ് എന്നും, ഇവിടെ എത്തുന്നതിനെ ഞാൻ എന്ത് ചെയ്തു, ബി എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ നോക്കുക, A1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എയിലെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. എൻട്രി ചെയ്യുന്ന ടൈമിലുള്ള എ എന്ന് പറയുന്ന ഈ ഒരു സർഫസിൽ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് A1, ആൻഡ് ലീവ് ചെയ്യുന്ന ടൈമിലുള്ളതാണ് A2 എന്ന് പറയുന്നത്. ആൻഡ് വെലോസിറ്റി V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ എൻട്രി ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി V1, ആൻഡ് ബിയിലുള്ളത് എന്താണ്, V2 ആണ്. ആൻഡ് P1 be the pressure at A1, A, and P2 be the pressure at B. Okay, and then height H1, ഈ ഒരു A എന്ന് പറയുന്ന പോയിന്റിന് ഹൈറ്റും H2 B എന്ന് പറയുന്ന പോയിന്റിന് ഹൈറ്റും ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയറിൽ എ ആണല്ലോ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് ഫസ്റ്റ് ലെയർ അല്ല, ആ ഒരു ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എങ്ങനെ പറയാം, പ്രഷർ ഇൻറ്റു ഏരിയയുടെ ടേംസിൽ ദാറ്റ് ഈസ് F1 ഈസ് ഈക്വൽ ടു P1 A1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, പ്രഷറിന്റെ ടേംസിൽ എന്ത് ചെയ്തു, ഞാൻ അവിടെ ഫോഴ്സ് റെപ്രസെന്റ് ചെയ്തു, F1 ഈസ് ഈക്വൽ ടു P1 A1. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എൻട്രി ചെയ്യുവാണ്. എൻട്രി ചെയ്യുന്ന ഒരു ഫോഴ്സ് വെച്ചിട്ട് അറ്റ് എ ടൈം ഡെൽറ്റ ടിയിൽ എന്ത് ചെയ്യുവാണ്, ഈ ഒരു ലിക്വിഡ് മൂവ് ചെയ്യുവാണ്, ഇതിനകത്തോട്ട് ഇനി എൻട്രി ചെയ്യുവാണ്. അപ്പോൾ ഡെൽറ്റ ടി ടൈമിലാണ് അത് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റി, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് മൂവ്മെന്റിന് വേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് ഡി ടി ആണ് വെലോസിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ മൂവ്മെന്റ്, അപ്പോൾ മൂവ്മെന്റ് എങ്ങനെ എഴുതാം, വെലോസിറ്റി ഇൻറ്റു ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ഡി ടി, അതാണ് ഞാൻ പറഞ്ഞത്. ഡെൽറ്റ ടി ടൈമിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. ഇതെന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഓൺ എ ഫ്ലൂയിഡ് ഡ്യൂ ടു ദ ഫോഴ്സ് P1 A1 ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇനി ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനകത്തോട്ട് ആ ലിക്വിഡ് എൻട്രി ചെയ്യുവാണ്, ആ ഒരു സമയത്തുള്ള വർക്ക് ഡൺ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ W is equal to F ഇൻറ്റു എസ് ആണ്. ഓക്കെ, ഇനി പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഒന്ന് നോക്കുക, എക്സാമിനേഷൻ അടുപ്പിച്ചാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്സ് ഓരോന്നായിട്ട് നോക്കി പോവുക, അഥവാ ഇപ്പോൾ മനസ്സിലാക്കി തന്നെ പിന്നീട് അത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ വർക്ക് ഡൺ, അതിന് ഇവിടെ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എൻട്രി ചെയ്യുകയാണ്, ആ ഒരു സമയത്തുള്ള വർക്ക് ഡൺ. ഇവിടെ നിന്ന് ഒരു A ഡാഷ് എത്താൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്.
അപ്പോൾ വർക്ക് ഡൺ എന്തിടാം ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടേം ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ടേം ആണ്. ഫോഴ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫോഴ്സിന്റെ ടേം എഫിന്റെ ടേം. എഫ് ഇൻറ്റു എസിന് പകരം ദാറ്റ് ഈസ് P1A1 എന്തിടാം P1A1 ഇൻറ്റു B1 ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് കേസിൽ വർക്ക് ഡൺ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യുന്നു ആ ഒരു ബി എന്ന് പറയുന്ന റീജിയനിലും ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു പ്രഷർ ഇപ്പോൾ P1 എന്ന പ്രഷർ കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ. ഇനി P2 എന്ന് പറയുന്ന പ്രഷർ കാരണം എന്ത് ചെയ്യാം ആ W2 സെക്കൻഡ് ഒരു വർക്ക് ഡൺ ഉണ്ടാകുന്നുണ്ട്. അത് ഈ റീജിയനിലാണ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് ആ ഒരു സെക്കൻഡ് റീജിയൻ, ഇവിടെയാണ് ആ ഒരു വർക്ക് ഡൺ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റീജിയന്റെ കേസാണ് എഴുതുന്നത് കേട്ടോ. ആ ഒരു റീജിയന്റെ കേസ് തൊട്ട് മുന്നേ പറഞ്ഞത് ഇവിടുത്തെ കേസ് അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നോക്കുക. That is, അപ്പോൾ ഇവിടുത്തെ W2 വർക്ക് ഡൺ നടക്കുവാണ്. W2 വർക്ക് ഡൺ is equal to P2A2 T2 into ഡെൽറ്റ ടി. രണ്ടും എന്താണ് സെയിം ടൈം ആണ്. ഡെൽറ്റ ടി ടൈം സെയിം ആണ്, അല്ലെങ്കിൽ ആ ചേഞ്ചിങ് ടൈം അവിടെ സെയിം ആണ്. ഇത്രയുമാണ് നമുക്ക് അവിടെ നടക്കുന്നത്. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നമ്മൾ ഒരു ലിക്വിഡ് ഇങ്ങനെ എൻട്രി ചെയ്ത് വിടുന്നു, അല്ലെങ്കിൽ നമ്മളാണ് ഇവിടെ ലിക്വിഡ് എൻട്രി ചെയ്യുന്നത്. ഇവിടെ കൂടി ലിക്വിഡ് ഫ്രീ ആയിട്ട് ലീവ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഡൺ അവിടെ നടന്ന ആകെ വർക്ക് ഡൺ എന്താണ് വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ഇതിന് രണ്ടിന്റെ ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ കിട്ടിയ ഈ ഒരു വർക്ക് ഡണിന്റെ ഈ ഒരു വർക്ക് ഡൺ ഡിഫറൻസ് ആണ് അവിടെ നെറ്റ് വർക്ക് ഡൺ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലിക്വിഡിനെ കയറ്റി വിടുന്നുണ്ട്, ഇവിടെ കൂടി ഫ്രീ ആയിട്ട് ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും ഡിഫറൻസ് എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് P1A1 V1 ഡെൽറ്റ ടി മൈനസ് P2A2 V2 ഡെൽറ്റ ടി. ഓക്കെ, ഇതാണ് അവിടുത്തെ കേസ്. നമുക്ക് അവിടെ കിട്ടുന്ന പ്രഷർ ഇക്വേഷൻ അല്ലെങ്കിൽ സോറി വർക്ക് ഡൺ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. വർക്ക് ഡൺ ഇക്വേഷൻ നെറ്റ് വർക്ക് ഡൺ വരെ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്തായിരുന്നു? നേരത്തെ A1 V1 ഡെൽറ്റ ടി ഈക്വൽ ടു A2 V2 ഡെൽറ്റ ടി. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാണ്. V2 is equal to V എന്ന് കിട്ടാം, ഈക്വൽ എന്ന് കിട്ടാം മാസ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ അവിടെ നേരത്തെ ഡെറൈവ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ A1 V1 ഈക്വൽ ടു B റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് A ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് B നമ്മൾ അവിടെ എന്ത് ചെയ്തു ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ρ1 ഈക്വൽ ടു ρ2 എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഡെറിവേഷൻ നടത്തിയിരുന്നത്. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പറയുന്നത്. ആൻഡ് അത് V എന്ന് പറഞ്ഞു. V is equal to മാസ് ബൈ ഡെൻസിറ്റി അറിയാലോ, വെലോസിറ്റി ഡെൻസിറ്റി മാസ് റിലേഷൻ. അത് വെച്ചിട്ട് എന്ത് ചെയ്തത് ഇപ്പോൾ ഈ ഒരു M ബൈ റോ വരെ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് ഡൺ ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ പറ്റും? ദാറ്റ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ P1V മൈനസ് P2V. ടോട്ടൽ വർക്ക് ഡൺ ആണ്. ടോട്ടൽ വർക്ക് ഡൺ P1V മൈനസ് P2V ഈക്വൽ ടു P1 മൈനസ് P2V which is equal to P1 മൈനസ് P2 into mass by density എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ M അവിടെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ലിക്വിഡിന്റെ മാസ് ആണ്. ഇനി നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ കൂടി ഒന്ന് നോക്കാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഇവിടെ എടുക്കുക. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ഇൻക്രീസ് ഇൻ PE potential energy which is equal to mgH2 minus mgH1 equal to mg into H2 minus H1 എന്ന് കിട്ടും. അതുപോലെ തന്നെ kinetic energy is equal to half m v2 square minus half m v1 square എന്ന് കിട്ടും. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്തതാണ് half into m v2 square minus v1 square എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് എഴുതാം. ടോട്ടൽ വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സം ഓഫ് ദ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ കൈനറ്റിക് എനർജി സം ആണ് എന്ത് വർക്ക് ഡൺ. അപ്പോൾ ഒരു വർക്ക് ഡൺ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ടേംസിലൂടെ പ്രഷർ എനർജി ടേംസിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പ്രഷർ എനർജിയുടെ വർക്ക് ഡൺ ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? അല്ലാത്ത കേസിൽ നമ്മൾ അവിടെ ഈ ഒരു കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജി ടേംസിൽ എന്ത് ചെയ്തു കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടി എന്ത് ചെയ്താൽ മതി? ഇത് മൂന്നും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വേറ്റ് ചെയ്യേണ്ട റിലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇക്വേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇവിടെ എഴുതുവാണ്. ദാറ്റ് ഈസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വർക്ക് ഡൺ ഇൻ ദ ഫ്ലൂയിഡ്, ഇതാണ് വർക്ക് ഡൺ ഇക്വേഷൻ അല്ലെങ്കിൽ പ്രഷർ ടേംസിലുള്ളത്. ദാറ്റ് ഈസ് P1 മൈനസ് P2 ഇൻറ്റു M ബൈ റോ വിച്ച് ഈസ് ഈക്വൽ ടു mg H2 മൈനസ് H1 പ്ലസ് ഹാഫ് ഇൻറ്റു M ഇൻറ്റു V2 സ്ക്വയർ
മൈനസ് V1 സ്ക്വയർ. ഓക്കെ, നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇത് പൊട്ടൻഷ്യൽ എനർജി റിലേഷൻ, ഇത് കൈനറ്റിക് എനർജി റിലേഷൻ, ഇത് പ്രഷർ എനർജിയുടെ റിലേഷൻ. ഓക്കെ, അപ്പോൾ 3 റിലേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഇനി ഇവിടെ നമ്മളൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഒന്ന് മാസിന്റെ ടേംസും അങ്ങനെയുള്ള ടേംസ് എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ആ മാസൊക്കെ ഒന്ന് പുറത്തെടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യുക. ഇവിടുത്തെ എം ഈ എമ്മും ഇവിടുത്തെ എം എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഈ എം എല്ലാം അവിടെ ക്യാൻസൽ ആവും. ഈ ഡെൻസിറ്റിയുടെ വാല്യൂസ് എന്ത് ചെയ്യുക? അങ്ങോട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷൻ ഇവിടെ എഴുതാം. ആഫ്റ്റർ റീഅറേഞ്ചിങ് വി ആർ ഗെറ്റിംഗ് that is P1 by rho plus GH1 plus half V1 square equal to P2 by rho plus GH2 plus half V2 square എന്ന് കിട്ടും. ഉണ്ടല്ലോ, രണ്ടും എന്ത് ചെയ്തു? ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്ത് എന്ത് പറയാം? ഇവിടെ P1 P2 നടക്കുന്ന എല്ലാം കൂടി നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് P by rho plus GH plus half V square equal to a constant എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറം പറയുന്നത്. ഓക്കെ, മൂന്ന് എനർജീസ് നമുക്ക് എന്ത് ചെയ്തിട്ട് സമ്മ് കോൺസ്റ്റന്റ്, ടോട്ടൽ എനർജി ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി. ഇതുവഴി മൂവ് ചെയ്ത് പോകുന്നതിന് എല്ലാത്തിനെയും ആ ടോട്ടൽ എനർജി എന്തായിട്ട് കിട്ടി? കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. പിന്നെ ഇതിൽ ഈ കിട്ടിയ 3 ടേംസിന് 3 പേരുണ്ട്. ഇവിടുത്തെ ഇതിൽ ഈ ഒരു ഇക്വേഷന് ടോട്ടൽ എന്ത് ചെയ്യുക? ഒരു ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഹോൾ ഇക്വേഷന് ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ പി ബൈ റോ ജി എന്ന് കിട്ടും, പ്ലസ് എച്ച് എന്ന് വരും. ഇവിടെ ജി ക്യാൻസൽ ആവുമല്ലോ, പ്ലസ് എന്ത് വരും? ഹാഫ് ജി വി സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് കോൺസ്റ്റന്റ് എന്ന് കിട്ടി, കോൺസ്റ്റന്റ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് അവിടുത്തെ പ്രഷർ ഹെഡ്. ഓക്കെ, പ്രഷർ ഹെഡ് എന്ന് പറയും. ഈ ഒരു ഇക്വേഷന് പ്രഷർ ഹെഡ് എന്ന് പറയും, കാരണം പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ. അടുത്ത ഈ എച്ച് എന്താണ്? എച്ച് അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഹെഡ് ആണ്. ഗ്രാവിറ്റേഷണൽ ഹെഡ് ആണ്. ഈ ലാസ്റ്റ് ഈ ടൈം എന്താ പറയുന്നത്? ഇത് അവിടുത്തെ വെലോസിറ്റി ഹെഡ് ആണ്. വെലോസിറ്റി ഇക്വേഷനിൽ ഉള്ളത്, അതുകൊണ്ട് വെലോസിറ്റി ഹെഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ബെർണോളിസ് തിയറത്തിൽ പറയാനുള്ളത്.